വാർത്തകളിലേക്ക് വിശദമായി കടക്കുകയാണ്. മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ടി.എച്ച്. മുസ്തഫ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. 5 തവണ നിയമസഭാ അംഗമായി. കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയായിരുന്നു. പൊതുദർശനത്തിനായി മൃതദേഹം അല്പസമയത്തിനകം ആലുവയിലെ വീട്ടിലെത്തിക്കും. ഖബറടക്കം ഇന്ന് രാത്രി 8-ന് മാറമ്പിള്ളി ജമാഅത്ത് ഖബർസ്ഥാനിൽ നടക്കും. രാവിലെ 3 മണിക്ക് അസുഖം കൂടി ICUവിലേക്ക് കൊണ്ടുപോയി. കുറച്ച് 38 ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഒരു ഇൻഫെക്ഷൻ വന്നാണ് അഡ്മിറ്റ് ചെയ്തത്. അതിനുശേഷം ക്രിയാറ്റിൻ കൂടി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് വെളുപ്പിന് 3 മണിയായപ്പോൾ വീണ്ടും ICUവിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. 5:43 അദ്ദേഹം മരണപ്പെട്ടു. ഇന്ന് രാത്രി 8 മണിക്കാണ് ഖബറടക്കം നടത്തുന്നത്. നേരെ വീട്ടിലേക്കാണ്, ഇവിടെ ആലുവ ചാലക്കൽ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ടെലിഫോണിൽ ചേർന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, എങ്ങനെയാണ് ടി.എച്ച്. മുസ്തഫയെ താങ്കൾ ഓർക്കുന്നത്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവാണ് ശ്രീ ടി.എച്ച്. മുസ്തഫ. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായിരിക്കുന്ന കാലം മുതൽ തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്തിട്ടുള്ള നേതാവായിട്ട് വേണം വിലയിരുത്താൻ. ഒരു കാലഘട്ടം മുഴുവൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയും ജനങ്ങളെയും ആവേശം കൊള്ളിച്ച നേതാവാണ് ശ്രീ ടി.എച്ച്. മുസ്തഫ. പ്രസംഗങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ജനങ്ങളെ ആവേശം കൊള്ളിച്ച നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി വരാൻ വൈകിയപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, 4 മണിക്കൂർ നേരം എറണാകുളത്ത് അദ്ദേഹം പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഒരു കാലത്ത് ടി.എച്ച്. മുസ്തഫയുടെ പ്രസംഗങ്ങളുടെ കാസറ്റുകൾ കേരളം മുഴുവൻ ആളുകൾ വാങ്ങിക്കൂട്ടുമായിരുന്നു. വളരെയേറെ ജനസ്വാധീനമുള്ള, ജനങ്ങളെ ആവേശം കൊള്ളിച്ച കരുത്തുള്ള നേതാവാണ് ശ്രീ ടി.എച്ച്. മുസ്തഫ. നന്ദി ശ്രീ ചെന്നിത്തല, താങ്കളുടെ പ്രതികരണത്തിന്. ടി.എച്ച്. മുസ്തഫയെ ഓർക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യർ ചേരുന്നുണ്ട്. നിതിൻ, എപ്പോഴായിരുന്നു ടി.എച്ച്. മുസ്തഫയുടെ വിയോഗം? പൊതുദർശനം, സംസ്കാരം, ഇക്കാര്യങ്ങളിലൊക്കെ തീരുമാനമായിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? രേഷ്മ, ഇന്ന് പുലർച്ചെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ ടി.എച്ച്. മുസ്തഫ അന്തരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ദീർഘകാലമായ അദ്ദേഹം പ്രായാധിക്യത്തെ തുടർന്നുള്ള ചികിത്സയിലേക്കായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഇൻഫെക്ഷൻ അടക്കമുള്ള രൂക്ഷമായ തുടർന്ന് ICUവിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരുന്നു. ഇന്ന് പുലർച്ചെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. അല്പസമയത്തിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ആലുവയിലെ ചാലക്കൽ മാറമ്പള്ളിയിലുള്ള അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയത്. അല്പസമയത്തിനകം തന്നെ പൊതുദർശനം ആരംഭിക്കും. സംസ്ഥാനത്തെ വിവിധ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ട് 8 മണിക്കാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം. മാറമ്പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക. ഇന്ന് രാത്രി 8 മണിക്ക് വിവിധ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ അനുശോചിച്ച് നമ്മൾ കേട്ടിരുന്നു. അദ്ദേഹം നേരത്തെ 1991-95 മന്ത്രിസഭയിൽ, കെ കരുണാകരൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക്, പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയായ ഉടൻ തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നൊരു നേതാവാണ് അദ്ദേഹം. 16-ാം വയസ്സിൽ തന്നെ യൂത്ത് കോൺഗ്രസ് അംഗമായി പ്രവർത്തിക്കാൻ തുടങ്ങിയൊരു നേതാവായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് വഴിയാണ് പൊതുരംഗത്തേക്ക് എത്തുന്നത്. 1977 ആദ്യമായി ആലുവയിൽ നിന്നും നിയമസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് 4 തവണ കുന്നത്താട് മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം നിയമസഭാ അംഗമായി മാറി. അങ്ങനെ ദീർഘനാൾ കോൺഗ്രസിന്റെ, മധ്യ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു അടിത്തറ പാകുന്നതിൽ വളരെയേറെ കഠിന പ്രയത്നം ചെയ്തൊരു നേതാവായിരുന്നു അദ്ദേഹം. ഏതായാലും ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ദീർഘകാലം PCC പ്രസിഡന്റായിരുന്നു. 14 വർഷമാണ് അദ്ദേഹം PCC പ്രസിഡന്റായി പ്രവർത്തിച്ചത്. എറണാകുളത്തെ കോൺഗ്രസിന് വലിയ ശക്തി നൽകാൻ, വലിയ അടിത്തറ പാകാൻ അദ്ദേഹത്തിന്റെ ദീർഘനാളത്തെ പ്രവർത്തന പാരമ്പര്യം അദ്ദേഹത്തെ സഹായിച്ചു എന്ന് പറയേണ്ടി വരും. DCC ജനറൽ സെക്രട്ടറിയുമായും KPCC ജനറൽ സെക്രട്ടറിയുമായൊക്കെ അദ്ദേഹം ദീർഘനാൾ പ്രവർത്തിച്ചു. വലിയ കെ കരുണാകരനൊപ്പം അടിയുറച്ചു നിന്നിരുന്ന നേതാവായിരുന്നു. എല്ലാ ഘട്ടത്തിലും അദ്ദേഹം കോൺഗ്രസ് വലിയ ഒരു